ഹലോ ഫ്രണ്ട്സ്, പാർട്ട്ണർഷിപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പങ്കാളിത്തം, കൂട്ടായ്മ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ബിസിനസിന്റെ കേസിലുണ്ട് ഒരു പാർട്ട്ണർഷിപ്പ്. രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകളെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എല്ലാ അംഗങ്ങൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ലാഭവും നഷ്ടവും അവർക്കിടയിൽ കൃത്യമായി ഷെയർ ചെയ്യപ്പെടും. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇത്തരം ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ ഫോം ചെയ്യുന്ന അഗ്രിമെന്റ് ആണ് ഡീഡ്. പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങാൻ എളുപ്പമാണ്. ഒരു റിട്ടൺ ഓർ ഓറൽ അഗ്രിമെന്റ് മതിയാവും. രജിസ്ട്രേഷൻ ഓപ്ഷണൽ ആണ്. പക്ഷേ ഭാവിയിൽ നിയമപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇത്തരം ബിസിനസ്സുകൾ ആരംഭിക്കാൻ മിനിമം 2 അംഗങ്ങൾ മതി. പരമാവധി മെമ്പേഴ്സിന്റെ എണ്ണം 50 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഡ്യൂട്ടീസ്, സാലറീസ്, അഡ്മിഷൻ ഓർ റിട്ടയർമെന്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഡീഡിൽ വ്യക്തമായിട്ടുണ്ടാവും. പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ ബിസിനസ്സിന് കടങ്ങൾ തീർക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റ്സ് വിറ്റ് കടം തീർക്കേണ്ടി വരുമെന്ന് അർത്ഥം. അംഗങ്ങൾക്കിടയിൽ ലാഭവും നഷ്ടവും ഡിവൈഡ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മറിച്ച് വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ പാർട്ട്ണറുകൾക്കും ബിസിനസിന്റെ മാനേജ്മെന്റിൽ പാർട്ടാവാനുള്ള അവകാശമുണ്ട്. എല്ലാ പാർട്ട്നേഴ്സിനും ഒരേ സമയം പ്രിൻസിപ്പളും ഏജന്റുമാണ്. ഒരു പാർട്ട്ണർ എടുക്കുന്ന തീരുമാനം മൊത്തം കമ്പനിയെയും ബാധിക്കും. മറിച്ച് വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ മരണമോ റിട്ടയർമെന്റോ ടെർമിനേഷനോ നടന്നാൽ പാർട്ട്ണർഷിപ്പ് എൻഡ് ആവും. പാർട്ട്നേഴ്സിനെ 5 ആയി തിരിക്കാം: ആക്റ്റീവ് പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റപ്പിൾ ഓർ ഹോൾഡിംഗ് ഔട്ട് ആൻഡ് മൈനർ പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്നേഴ്സ് കമ്പനിയുടെ ഡേ ടു ഡേ റണ്ണിങ്ങിന്റെ പാർട്ടായിരിക്കും. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം സൈലന്റ് ആകുന്നവരാണ്. അവർ ബിസിനസ് മാനേജ്മെന്റിലൊന്നും പാർട്ടായിരിക്കില്ല. അടുത്തതാണ് നോമിനൽ പാർട്ട്നേഴ്സ്. അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. ലാഭവും നഷ്ടവും അവരെ ഫൈനാൻഷ്യലി ബാധിക്കില്ല. പക്ഷെ അവരുടെ പേര് ഫേമിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പറ്റും. പാർട്ട്ണർ ബൈ എസ്റ്റപ്പിൾ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ ആക്ച്വൽ പാർട്ട്നേഴ്സ് ആയിരിക്കില്ല, പക്ഷേ ഒരു പാർട്ട്ണറിനെ പോലെയാണ് ആക്ട് ചെയ്യുക. അവസാനത്തതാണ് മൈനർ പാർട്ട്ണർ. ഇവർക്ക് പ്രോഫിറ്റ് ഷെയർ ലഭിക്കും, ബട്ട് their liability is limited only up to their capital contribution. പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസുമായി കമ്പയർ ചെയ്താൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനും നിർത്താനും വളരെ ഈസിയാണ്. മാത്രമല്ല പാർട്ട്നേഴ്സിന് അവരുടെ സ്കില്ലും പണവും റിസോഴ്സസും കമ്പൈൻ ചെയ്യാൻ സാധിക്കും എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഡിസിഷൻ മേക്കിങ്ങും എളുപ്പമാണ്. കസ്റ്റമേഴ്സുമായി പേഴ്സണൽ കോൺടാക്ട് ഉണ്ടാക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെയാണ് പ്രധാന നെഗറ്റീവ്. റിസോഴ്സസ് ലിമിറ്റഡും ആണ്. പാർട്ട്ണർ മരിച്ചാലോ പിന്മാറിയാലോ പാർട്ട്ണർഷിപ്പ് എൻഡ് ആവും എന്നതിനാൽ തന്നെ ഇത്തരം ബിസിനസ്സുകൾ അൺസ്റ്റേബിൾ ആണ്. മാത്രമല്ല അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ബിസിനസിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം ബിസിനസ്സുകൾക്ക് ഏതെങ്കിലും എക്സാമ്പിൾസ് മനസ്സിൽ വരുന്നുണ്ടോ? ചില ലോ ഫേംസ്, CA ഫേംസ്, ലോക്കൽ ക്ലിനിക്സ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളായി പ്രവർത്തിക്കുന്നുണ്ട്. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ഫോം പൂരിപ്പിച്ച് രജിസ്ട്രാർ ഓഫ് ഫേംസിന് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അൺരജിസ്റ്റേർഡ് ഫേംസിന് തേർഡ് പാർട്ടീസിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല, പക്ഷേ മറ്റുള്ളവർക്ക് ആ ഫേമിനെ ചോദ്യം ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പ് ഫേംസിന് പ്രത്യേകമായ ഒരു നികുതി ഘടനയുണ്ട്. ഫേമിന്റെ മൊത്തം ലാഭത്തിന്റെ 30% പ്ലസ് സർചാർജ് പ്ലസ് സെസ് എന്ന കണക്കിലാണ് നികുതി ഈടാക്കപ്പെടുന്നത്. ഫേം ഈ നികുതി അടച്ചതിന് ശേഷമാണ് ബാക്കി പണം പാർട്ട്ണർമാർക്ക് വിതരണം ചെയ്യുന്നത്. അതിനാൽ പാർട്ട്നേഴ്സിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റ് ബിസിനസ് എൻറ്റിറ്റീസുമായി താരതമ്യപ്പെടുത്തി പഠിച്ചാൽ സംഭവം വളരെ എളുപ്പമാണ്. Just focus on these key points. Exams will be easy. So subscribe for more simple lessons and see you in the next video. Take care.